CPM കൗൺസിലറുടെ ചുവടുമാറ്റം, തട്ടിക്കൊണ്ടുപോകൽ വിവാദം തുടങ്ങി നിരവധി നാടകീയ സംഭവങ്ങളാണ് എറണാകുളം കൂത്താട്ടുകുളം നഗരസഭയിലുണ്ടായത്. LDF-ൽ നിന്ന് UDF ഭരണം പിടിച്ചെടുക്കുകയും ചെയ്തു. കൂത്താട്ടുകുളം നഗരസഭയുടെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യം പരിശോധിക്കുകയാണ് മീഡിയ വൺ. ഇനിയങ്ങോട്ട് തെരഞ്ഞെടുപ്പ് കാലം. ചതുരംഗപ്പലകയിലെ കരുനീക്കം പോലെ തന്നെയാണ് ഓരോ തെരഞ്ഞെടുപ്പിലും മുന്നണികളുടെ കണക്കുകൂട്ടലുകളും. നിലപാട് മാറ്റങ്ങൾ പലപ്പോഴും ഭരണമാറ്റത്തിന് വഴിയൊരുക്കിയിട്ടുണ്ട് എന്നതും യാഥാർത്ഥ്യമാണ്. അതിന് ഉത്തമ ഉദാഹരണമാണ് കൂത്താട്ടുകുളം നഗരസഭ. 25-അംഗ കൗൺസിലിൽ നഗരസഭാ ഭരണം LDF-നായിരുന്നു. LDF-ന് 13, UDF-ന് 11, സ്വതന്ത്രൻ 1 എന്നിങ്ങനെയായിരുന്നു കക്ഷിനില. UDF കൊണ്ടുവന്ന അവിശ്വാസത്തെ CPM കൗൺസിലർ കലാരാജു പിന്തുണച്ചതോടെ ഇക്കഴിഞ്ഞ ജനുവരിയിൽ നടന്നത് നാടകീയ സംഭവങ്ങൾ. അവിശ്വാസ പ്രമേയം ചർച്ച ചെയ്യാനിരിക്കെ നഗരസഭാ വാഹനത്തിൽ തന്നെ കലാരാജുവിനെ കടത്തി. CPM-നെ പ്രതിക്കൂട്ടിലാക്കി വിഷയം കോടതി കയറി. UDF പിന്നെയും അവിശ്വാസം കൊണ്ടുവന്നു. ഇക്കുറി കലാരാജുവും സ്വതന്ത്രാംഗം സുനിൽകുമാറും UDF-നെ പിന്തുണച്ചു. LDF-ന് ഭരണം നഷ്ടപ്പെട്ടു. തട്ടിക്കൊണ്ടുപോയ അതേ വാഹനത്തിൽ കലാരാജു ചെയർപേഴ്സണായി യാത്ര ചെയ്തു എന്നതും ചരിത്രം. ഒരു വ്യക്തി പോലും കലാരാജു എന്ന് പറയുന്ന വ്യക്തി കൂറുമാറ്റക്കാരിയായിട്ടോ അല്ലെ അവരത്ര ഒരു ചീത്ത സ്ത്രീയായിട്ടോ ജനം കാണുന്നില്ല. കാരണം എൻ്റെ ഭാഗത്ത് ന്യായമുണ്ട്, സത്യമുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് ഈ സീറ്റ് കിട്ടിയതും ആ തട്ടിക്കൊണ്ടുപോയ വാഹനത്തിൽ തന്നെ ഒഫീഷ്യലായിട്ട് സഞ്ചരിക്കാനായിട്ട് എനിക്ക് സാധിച്ചത്. ഇക്കുറി അരിയും കച്ചിയും മുറുക്കിയാണ് LDF തെരഞ്ഞെടുപ്പിനെ നേരിടാനൊരുങ്ങുന്നത്. വലിയ ഭൂരിപക്ഷത്തിൽ LDF കൂത്താട്ടുകുളം നഗരസഭയിൽ വീണ്ടും അധികാരത്തിൽ വരും. ഇപ്പോൾ സൂചിപ്പിച്ച സമീപകാലത്തുണ്ടായ സംഭവങ്ങൾ അത് യഥാർത്ഥത്തിൽ ഐക്യജനാധിപത്യ മുന്നണിയെ തുറന്നു കാട്ടാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. കാരണം ആരായിരുന്നു കലാരാജു, അവരേത് സാഹചര്യത്തിലാണ് CPM-മായി ആകുന്നത്, CPM അവരെ മാറ്റി നിർത്തിയത് ഏത് സാഹചര്യത്തിലാണ്, അത് മനസ്സിലാക്കി അധികാരത്തിന് വേണ്ടി അവരെ വലവീശി പിടിച്ച് പണം കൊടുത്ത് കൊണ്ടുപോവുകയാണ് ചെയ്തത്. അപ്പം അതിന് പിന്നിൽ നടന്ന കാര്യങ്ങളെല്ലാം ജനങ്ങൾക്ക് മുമ്പിൽ തുറന്നു കാട്ടപ്പെട്ടു. ഭരണം നിലനിർത്താനാകുമെന്ന് UDF-ഉം കണക്ക് കൂട്ടുന്നു. കഴിഞ്ഞ 6.25 വർഷം വികസന മുരടിപ്പിൻ്റെ ഒരു കാലഘട്ടമായിരുന്നു. എന്തിനു വേണ്ടിയായിരുന്നു ഇവർ ഭരിച്ചതെന്ന് പോലും ജനങ്ങളോട് വിശദീകരിക്കാൻ കഴിയാത്ത ഒരു ഭരണം. ആ ഭരണത്തിനെതിരെ ഇപ്പോൾ പെട്ടെന്ന് വന്ന മാറ്റങ്ങളും കൂടി കണക്കിലെടുക്കുമ്പോൾ ജനങ്ങൾ അതിശക്തമായി ഐക്യജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ ഒരു വിധിയെഴുത്ത് ഈ തെരഞ്ഞെടുപ്പിലുണ്ടാകും. കാര്യമായ സ്വാധീനമില്ലെങ്കിലും BJP-യും പ്രതീക്ഷ കൈവിട്ടിട്ടില്ല. കേവലം വ്യക്തികൾ മാത്രമല്ല, ഒരിക്കലും കൂട്ടുപിടിക്കില്ലെന്ന് പ്രഖ്യാപിച്ച രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുമായുള്ള കൈകോർക്കലും വിചിത്ര സഖ്യങ്ങളുമെല്ലാം ഉണ്ടെങ്കിലും നേട്ടവും കോട്ടവും വിലയിരുത്തിക്കൊണ്ടുള്ള ജനങ്ങളുടെ വിധിയെഴുത്തായിരിക്കും തെരഞ്ഞെടുപ്പിൽ നിർണായകമാകുക. കൂത്താട്ടുകുളത്ത് നിന്ന് ജിബിൻ തോമസിനൊപ്പം സിജോ വർഗീസ്, മീഡിയ വൺ.